ഹൈദരാബാദിന്റെ പച്ചപ്പുല്ല് സംരക്ഷിക്കാനുള്ള പോരാട്ടം. സമ്പന്നമായ ചരിത്രത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ട ഹൈദരാബാദ് ഒരു പ്രധാന പാരിസ്ഥിതിക പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. അതിന്റെ പച്ചപ്പുല്ല് നഷ്ടപ്പെടുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, വനനശീകരണം, വികസന പദ്ധതികൾ എന്നിവ കാരണം നഗരത്തിലെ പച്ച ശ്വാസകോശങ്ങൾ ഭീഷണിയിലാണ്. ഇത് പൗരന്മാർ, പരിസ്ഥിതി പ്രവർത്തകർ, വിദഗ്ധർ എന്നിവർക്കിടയിൽ വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായി. എന്താണ് കാഞ്ചി ഗച്ചി ബൗളിയിൽ നടക്കുന്നത്? 700-ലേറെ സസ്യജാലങ്ങളും 200-ലേറെ വന്യജീവികളുമുള്ള വന്യപ്രദേശം വെട്ടിനിരത്തുകയാണ് തെലങ്കാന സർക്കാർ. വിവാദ സ്ഥലം വനഭൂമിയല്ലെന്നും അവിടെ വന്യജീവികൾ ഇല്ല എന്നുമാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രസ്താവിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. വ്യവസായ വികസന കോർപ്പറേഷൻ യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള ഭൂമി ഏറ്റെടുക്കുമെന്നും IT പാർക്കോ വ്യവസായ സ്ഥാപനങ്ങളോ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് കാലങ്ങളായി. ഇപ്പോൾ തെലങ്കാന സർക്കാർ ഈ സ്ഥലം ലേലം ചെയ്യാൻ പോവുകയാണ്. ഈ വനപ്രദേശം ഏറ്റെടുക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ സമരത്തിലായി. മാർച്ച് 30-ന് പോലീസ് അകമ്പടിയോടെ മണ്ണുമാന്തി യന്ത്രങ്ങളുമായി എത്തി കോർപ്പറേഷൻ പ്രദേശം വൃത്തിയാക്കാൻ ആരംഭിച്ചു. കാട് വെട്ടിത്തെളിക്കാനുള്ള നീക്കം ചെറുത്ത മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുകയും റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സമാധാനപരമായി പ്രതിഷേധിച്ച പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധവും വാദ ഫൗണ്ടേഷൻ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജികളും വാർത്തകളും പരിഗണിച്ച് കാഞ്ചഗച്ചി ബൗളിയിലെ വനമേഖലകളിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ 24 മണിക്കൂർ സമയത്തേക്ക് നിർത്തിവെക്കാൻ തെലങ്കാന ഹൈക്കോടതി ഏപ്രിൽ 2-ന് ഉത്തരവിട്ടിരുന്നു. ഏപ്രിൽ 3-ന് സുപ്രീം കോടതിയും നിർമ്മാണ പ്രവൃത്തികൾക്ക് സ്റ്റേ ഏർപ്പെടുത്തി. ഈ സ്ഥലത്ത് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായി TGIIC ബുൾഡോസറുകൾ ഉപയോഗിച്ച് മരങ്ങൾ മുറിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ സ്റ്റേ ആവശ്യപ്പെട്ടത്. കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയവും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അനധികൃതമായി മരം മുറിച്ചതിനും സസ്യജാലങ്ങൾ നശിപ്പിച്ചതിനും സംസ്ഥാന സർക്കാരിൽ നിന്നും വസ്തുതാപരമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. 1975-ൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് പാർലമെന്റ് ആക്ട് പ്രകാരം സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയ്ക്ക് വേണ്ടി 2400-ഓളം ഏക്കർ ഭൂമിയാണ് അനുവദിച്ചത്. പല കാലങ്ങളിലായി സർവകലാശാലയുടെ ഭൂമിവക മാറ്റി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിഷേധത്തിന് ഇറങ്ങിയ വിദ്യാർത്ഥികൾ പറയുന്നു. ആഗോളതാപനവും മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം ജനജീവിതം നിസ്സഹമാക്കുമ്പോൾ ഈ ശ്വാസകോശം തച്ചുടച്ചുകൊണ്ട് വേണമോ വികസനം? മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ പറഞ്ഞത് എപ്പോഴും ഓർമ്മിക്കാം: ഭൂമിയുടെ അവകാശികൾ നാം മനുഷ്യർ മാത്രമല്ല.